ഇടുക്കിയുടെ ഡയലോഗ് അടുത്ത് പറയുകയാണെങ്കിലേ കഴിക്കുന്ന ആളിൻ്റെ മനസ്സ് നിറയ്ക്കാൻ അത് ലേശം മുഹബത്ത് അങ്ങോട്ട് വിതറിയാൽ മതി. അപ്പം നല്ല മുഹബത്തിട്ട നല്ല ദം ബിരിയാണി ഇങ്ങനെ അടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ചെമ്പിലും ഓരോ തരം ബിരിയാണി. ചേട്ടാ അതൊക്കെ എന്താ തലശ്ശേരി തലശ്ശേരി ദം ബിരിയാണി ഈ ഫീൽഡിൽ 10 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ചേട്ടന്മാർ വന്നിട്ട് തലശ്ശേരിയിൽ നിന്ന് വന്ന് നല്ല ദമ്മിട്ട ബിരിയാണി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. 1ഉം 2ഉം അല്ല 5 തരം ബിരിയാണിയാണ് വൈകുന്നേരം. അതായത് വൈകുന്നേരം 1250 പേരുടെ പരിപാടി ഇവൻ്റാണ്. അത് ക്ഷണിക്കപ്പെട്ട അതിഥികൾ മാത്രമേ എൻട്രി ഉള്ളൂ. അവർ പങ്കെടുക്കുന്ന പരിപാടിയിലേക്കാണ്. ഇത്രയും ബിരിയാണി പറയാൻ പറ്റുന്നില്ല, കാരണം വായിൽ വെള്ളം വന്നിട്ടേ. കാരണം മണം, അത് കൊച്ചി നഗരത്തിന് ഇപ്പോൾ ഒരൊറ്റ മണമേ ഉള്ളൂ, നല്ല ദമ്മിട്ട ബിരിയാണി മണം. ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, പ്രോൺസ്, അതുപോലെ തന്നെ വേറെ ഐക്കോറ ബിരിയാണി, പിന്നെ ഐറ്റങ്ങളുണ്ട്. 5 തരം ബിരിയാണി വൈകുന്നേരം ഉണ്ട്. കാരണം മമ്മൂട്ടിയുടെ മെഗാ ഇവൻ്റാണ്. കാരണം റോസ് ബ്രാൻഡും അതുപോലെ തന്നെ മാധുരി ചേർത്ത് നടത്തിയ മെഗാ ഇവൻ്റായിരുന്നു KBQ, കേരള ബിരിയാണി ക്യൂൻ ഫെസ്റ്റ്. അതെന്തായാലും പരിപാടി ഗംഭീരമായി തന്നെ പുരോഗമിക്കുന്നു കൊച്ചി നഗരത്തിൽ. കാർത്തിക, പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൈമരിയുടെ പായസമാണ്, ഭയങ്കര സ്പെഷ്യലാണ് അല്ലേ ചേട്ടാ? റോസ് ബ്രാൻഡ് ഉണ്ട്, പിന്നെ പാലില് നല്ലൊരു കൈമേന്റെ പായസം. വെള്ളം വരുന്നുണ്ട്, ശരിക്കും വരുന്നുണ്ട്. ഞാൻ കോഴിക്കോട് വടകരൊക്കെ എടുത്താണ്, ഓർക്കാട്ടേരി. ഞാൻ കോഴിക്കോടല്ലേ? നീ ഇപ്പം ഇവിടെ വന്ന് നിൽക്കുന്നേ? ഞാൻ പായസം ഉണ്ടാക്കി പഠിച്ചിട്ട് നൈസായിട്ട്. ശല്യല്ലേ? ആ, കുഴപ്പമില്ല. അല്ല, ശല്യമായിട്ടല്ല, എന്നാലും പഠിക്കാന്ന് പറയുന്നൊരു താല്പര്യം ഉണ്ടല്ലോ ഭക്ഷണത്തോട്. എനിക്ക് ഈ ഫ്രെയിം കാണുമ്പോൾ എന്താ ഓർമ്മ വരുന്ന അറിയോ? മറ്റേ മിസ്റ്റർ പൂഞ്ഞിക്കര കല്യാണ സിനിമയിലെ ചട്ടകെട്ടിട്ട് ഇളക്കുന്ന സീന് പോലെ. ഞാൻ പക്ഷെ നല്ലപോലെ ഇളക്കുന്നില്ലേ? അല്ല, നല്ല ഇളക്കുന്നുണ്ട്. അത് ആരെ ഇളക്കുന്നുണ്ടായിരുന്നു? ഇതെന്താ? ഐക്കോറ ബിരിയാണി. വൈകുന്നേരം 4 മണിക്ക് ആകുമ്പോഴത്തേക്കും സംഗീത നിശയുണ്ട്. അഫ്സലും അഖില ആനന്ദും കൂടെ നയിക്കുന്ന സംഗീത വിരുന്ന്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക എത്തും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മാനദാനം. പിന്നെ നമ്മുടെ കലാപരിപാടി ഏറ്റവും ലാസ്റ്റാണ് ഏറ്റവും ഹൈലൈറ്റ്. എന്താ? വിവിധ ടൈപ്പ് ഓഫ് ബിരിയാണി, ബീഫ്, മട്ടൻ, ചിക്കൻ, പ്രോൺസ്, അഴക്കുഴ ബിരിയാണി അല്ലേ? ഹരീഷേട്ടൻ നേരത്തെ പറയായിരുന്നു ഈ ഉച്ചയ്ക്കുള്ള ബിരിയാണിയേക്കാൾ മൂപ്പർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളത് രാത്രിത്തെ ഈ വെറൈറ്റി ഓഫ് ബിരിയാണി കഴിക്കാനാണ്. വെറുതെ പറഞ്ഞു, ഞാൻ ഉച്ച നല്ല തട്ടു. അതറിയാലോ. അത് മാത്രമല്ല, ഉച്ചയ്ക്ക് വേറൊരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. നെയ്ച്ചോറും മട്ടൺ സ്റ്റൂവും പ്രോൺസ് റോസ്റ്റും കൂടെ നമ്മൾ ഇവിടെ വെക്കുന്നുണ്ട്. ഞാനും ഇവിടെ സഹായിക്കാനായിട്ട് ഇതുണ്ടാക്കാൻ വേണ്ടി കൂടുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഒരു വസ്തു അറിയില്ല. അതായത് ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, എൻട്രി ക്ഷണിക്കപ്പെട്ട 1250 പേർക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇവന്റ് ഗംഭീരമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. തൂക്കി അടിച്ചു നമ്മൾ പൊളിക്കും. അത് പിന്നെ 1ാം സമ്മാനം 5 ലക്ഷം രൂപ, 2ാം സമ്മാനം 2 ലക്ഷം, 3ാം സമ്മാനം 1 ലക്ഷം രൂപ. അങ്ങനെ 3 വീട്ടമ്മമാർ ലക്ഷപ്രഭുക്കളാവാൻ ഇനി മണിക്കൂർ മാത്രമാണ്. ആരാണ് ആ ബിരിയാണി ക്വീൻ എന്നറിയാൻ വെറും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങളെ പോലെ തന്നെ നമ്മൾ എക്സൈറ്റഡ് ആണല്ലേ? കാണാം, നല്ല ബിരിയാണി കഴിക്കാം, നല്ല വേറെ എന്ത് വേണോ? അതെ. ഓക്കെ, ബൈ അല്ലേ? ബൈ.